ഹായ് ഗായ്സ്. സോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മള് വണ്ടി എത്തിയതിനു ശേഷം ആദ്യത്തെ ട്രിപ്പ് പോവാണ് ഇന്ന് അല്ലേ. വണ്ടി ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി പിന്നെ ദോരന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. എവിടെയൊക്കെയാ പോണെന്ന് ഉമ്മാനോട് ഷാമിൽ അറിയണ്ട. ഈ പള്ളി പോണ പനോറമിക് സൺറൂഫ് ഒക്കെ ഉണ്ട് അല്ലേ. ഐസി പൊളി. ഐസിന്റെ സീറ്റ് ഐസി സ്ഥലം പിടിച്ചു. ഈ ടിഷ്യൂ വെഹിക്കിൽ വെച്ച് ഓക്കെ. അപ്പൊ നമ്മള് ഗൈസ് വണ്ടി എടുത്തിട്ടുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പ് അല്ലേ. ലോങ് ട്രിപ്പ് അല്ല, ഒരു 2 hours. ഒരു 40 കിലോമീറ്റർ ഉള്ളൂ. അല്ല, തിരുനെല്ലി അമ്പലത്തിൽ പോണുള്ള 40 അവിടുന്ന് 10 ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും. അല്ല, അപ്പൊ മറ്റേ തിരുനെൽവേലിക്ക് പോണില്ല. തിരുനെല്ലി അവിടെ പോണില്ല. നമ്മൾ അങ്ങോട്ട് പോവാണ്. കാട്ടിക്കുളം, തിരുനെല്ലി, ബാവലി. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അതെ, അവരിറങ്ങിട്ടോ. അവരിതേ പോയിക്കൊണ്ടിരിക്കണം. നമ്മള് വണ്ടി എടുത്തിട്ടുള്ള ഫാമിലി ആദ്യത്തെ ട്രിപ്പ്. ഐശുണ്ട് ഇവിടെ. ഓരുണ്ട്, ഓര് മറ്റേ വണ്ടിയിലാട്ടോ. ഐസി എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. വണ്ടിയൊക്കെ അഭിപ്രായം പറയാ. ആണോ? ചളിയൊക്കെ എടുത്തിട്ടോ? ഇല്ല, ചളി ചളിയുള്ളോ കാലം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറരുത്. ഷൂ ഈ വണ്ടിന്റെ ആദ്യത്തെ ഓണർ ഇത് പൊന്നു പോലെ ഇല്ല. ആദ്യത്തെ ഓണറെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല പൊട്ടിച്ചിട്ട് പോലില്ല ഗൈസ്. പുത്തൻ വണ്ടി നോക്കിയ, എല്ലാം പുത്തൻ വണ്ടിയാണ് അല്ലേ. ഒന്നും അയാൾ അയച്ചു കളഞ്ഞിട്ടില്ല. ഇത് എന്തായാലും അയച്ചു കളഞ്ഞേ പറ്റും, കാരണം വെന്റിലേറ്റഡ് സീറ്റ് ആണ്. അതുകൊണ്ട് അല്ലേ അയച്ചു കളഞ്ഞാലേ വെന്റിലേറ്റഡ് സീറ്റ് വർക്കാവുള്ളൂ അല്ലേ. ഇത് കവർ പൊട്ടിച്ച്, കവർ പൊട്ടിച്ചതാണ്. കവർ പൊട്ടിച്ച് വെന്റിലേറ്റഡ് സീറ്റ് അല്ലേ. ഇതിനൊന്നും കവറൊന്നും ഇടൂല. വെന്റിലേറ്റഡ് സീറ്റിനൊന്നും കവർ ഇടൂല. കാരണം ഇത് ഈ സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ചൂടും ആവും തണുപ്പും ആവും. കോപ്പിറൈറ്റ് പാട്ട് വെച്ചിട്ടാണ് മോള്. അല്ല, പാട്ട് ഇങ്ങനെ ബാക്കിൽ മ്യൂട്ട് ആവൂല. ഇല്ല, കുഞ്ഞാവന്റെ ശിങ്കുവിന് ആഗ്രഹം സാധിച്ചു. യെസ്, ഞങ്ങള് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഞങ്ങള് ഫസ്റ്റ് ഇനിയിപ്പോ സ്വിഫ്റ്റ് ഇങ്ങനെ നിങ്ങളെ തട്ടിക്കളി. സ്വിഫ്റ്റ് നമ്മളെ സ്വന്തം വണ്ടിയാണ്. സ്വിഫ്റ്റ് തന്നെയാണ്. ഇത് തന്നെയാണ്. അതായത് വന്ന വഴി നമ്മള് മറക്കൂല. അത് നമ്മളെ പഴയ പിന്നെ പടക്കുതിര. 5 വർഷമൊന്നല്ല. ഉമ്മച്ചിനെ കാണിക്കണ്ടേ? ഉമ്മച്ചിനെ കാണിക്കണം, ഉമ്മാമനെ കാണിക്കണം, എല്ലാരും കാണിക്കാം. നമ്മൾ ആദ്യമായിട്ട് എടുത്ത പേര് കുട്ടികള്. പോവാ. ഓക്കെ, ഇടക്കിടക്ക് കാണിച്ചാൽ മതി. അപ്പൊ ഞങ്ങള് പാട്ടൊക്കെ ആസ്വദിച്ച് വൈബ് ഇതാക്കിട്ട് പോട്ടെ അല്ലേ. പെനോറമിക് സൺപ്രൂഫ് ഐസിന് ഞാൻ റെഡിയാക്കിയത് എങ്ങനെയുണ്ട്? പരീക്ഷക്ക് പഠിക്കാതെ കാറില് ഇന്നൂടി ഇങ്ങൊക്കെ ഞാൻ ഇത് തരും. കോട്ടെ രാത്രി കോടെ വണ്ടി എന്നുള്ളത് മനസ്സിന്ന് മാച്ചാണ്. ശരി, 5 ദിവസം വണ്ടിയെ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഇടുക. അനക്ക് വേറെയാണ്, എനിക്ക് വേറെയാണ് AC. അവിടെ വേണോ AC? വേണോ ബാക്കില്? തണുപ്പില്ലേ? എനിക്ക് സത്യം പറഞ്ഞ AC വേണ്ട. AC വേണ്ടെങ്കിൽ ഓഫ് ആക്കിട്ടാ. ശരി, ഇത് ഓട്ടോമാറ്റിക് ഓൺ ആവൂല AC? പിന്നെ ഇരിക്കാൻ പറ്റൂല. ഞാനും ഇതിന്റെ ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. കാർ പ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് പ്ലേ ഉണ്ട്, ഉണ്ടല്ലേ ആപ്പിൾ പ്ലേ. എനിക്ക് ഇപ്പോഴും ഇതിന്റെ ഫ്യൂൽ ഗേജ് എങ്ങനെ ഓപ്പൺ ആക്കാൻ അറിയില്ല. പമ്പുകാരനാണ് ഇന്നലെ എന്തോ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയത്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇത് ഏതാ പറയും, വേരിയന്റ് ഏതൊക്കെ പറയട്ടോ? ടോപ്പ് വേരിയന്റ് അല്ലേ. X7 ലക്ഷം. ഐസിക്ക് ക്രിസ്റ്റ വേണോ ഇത് വേണോ? അത് പറയൂലെന്ന്. അപ്പക്ക് വിഷമാവും. ഞങ്ങള് മോനെ അപ്പയുടെ മോനെ അല്ലല്ല, ഭാവിന്റെ മോനാണോ എന്റെ മോനാണോ?
അത് പറ്റൂല, ഒന്ന് മതി. അങ്ങനെ പറയാൻ പറ്റുമോ? ഓനിക്ക് പറയാൻ പറ്റുമോ? ഇനിയിപ്പോ സിദ്ധിയപ്പന്റെ അപ്പന്റെ ഈ പറയും അത് പറയൂല. എന്നാലും കേൾക്കുമ്പോ ഒരു സന്തോഷവും. എന്നാലും ഈ മേക്കപ്പ് ചെയ്തൊക്കെ കാണിച്ചെടുക്ക്. ആ മേക്കപ്പ് ചെയ്ത് മാലിട്ട് ഒറ്റക്ക് കുളിച്ചു. എന്റെ സൈഡ് സ്കൂളിൽ പോയിട്ട് അത് പറയണ്ട, പാവം ടീച്ചർ കണ്ട പ്രശ്നം. നമ്മള് പോട്ടെ. ഞങ്ങള് പോയി ഇതേ ഇവിടെ കാട്ടിക്കുളെത്തി അല്ലേ. നമുക്ക് കാടിന്റെ ഉള്ളിൽ കൂടെ പോണേ. എനിക്ക് ഓടിക്കാൻ തരാൻ വേണ്ടിട്ട് എവിടെ ഓടിക്കാൻ തരാം. ഇവിടെ കാട്ടുപോത്തുണ്ട്, ആ, അതിനൊന്ന് കട്ട് നല്ല ബ്ലൂ സ്കൈ ആയില്ലേ ഇപ്പൊ. നല്ല രസം, നല്ല കാട്. ഐഷുമ കാട് കണ്ടോ? ഈ റോഡിന് നേരെ പോയാല് കാട് ഇതല്ല ശരിക്കും. നമ്മള് കാട്ടിക്ക് പോണല്ലോ. നേരെ പോയാല് എങ്ങോട്ട് എത്തറിയോ? കുട്ട തുറന്നിട്ട് പിന്നെ അപ്പൊ മേലത്തെ വ്യൂ കൂടി കാണല്ലോ. കൊടക്, മൈസൂർ. വെള്ളം പറ്റിയേ. ഇനി ഓണാക്കാം. കാടെത്തുമ്പോ ഓണാക്കി തന്നെ. ആരെങ്കിലും വീഡിയോ എടുക്കണം നോക്കി എണീറ്റ് വെക്കുന്നിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വീഡിയോ എടുത്താൽ അത് ഐസ് എടുത്തോളൂ. അങ്ങനല്ല, പോലീസ് RTO ഒക്കെ അയച്ചെടുത്ത എന്റെ ലൈസൻസ് ചേട്ടാ. ഇതേ നിങ്ങള് കൊടക് എന്ന് പറഞ്ഞപ്പോ മാപ്പ് അത് കൊടാക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇതിന്റെ മേലെ കേറി നിക്കാൻ പാടില്ലാന്ന്, ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ. ഓ അതെന്തപ്പത്? അങ്ങനെയൊക്കെയാണ് നിയമം. ഒട്ടച്ചോനെ വല്ലാത്ത നിയമം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ? കേരളത്തിൽ മാത്രം. കേരള പോലീസിന്റെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇല്ല, നിർത്തിയിട്ടിട്ട് എടുക്കണം. അങ്ങനൊക്കെ ഓരോ ചിന്തകളാണ് ഇവിടുത്തെ. പക്ഷെ ഞങ്ങൾ തമിഴ്നാട്ടില് ഹായ് ഹൂയിന്ന് വെച്ചെടുത്തു. തമിഴ്നാട്ടിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരായിരുന്നേ, ഊട്ടി പോയിട്ട്. അന്നേരം ഞങ്ങൾ തമിഴ്നാട് തുടങ്ങി കേരളം എത്തുന്ന വരെ എല്ലാവർക്കും ഹായ് കൊടുത്തു. ഞാനും ഫാസിൽ ഖാന്റെ വൈഫും സാനയും. ഇതാണ് കാട്ടിക്കുളം. കാട്ടിക്കുളം നല്ല രസമുണ്ട്. നമ്മള് നേരെ പോണത് അതായത് നമ്മുടെ ഈ വണ്ടി ഒന്ന് ആദ്യം ഒന്ന് പൂജ അല്ലല്ലോ, എന്താ ചെയ്യണ്ട വണ്ടീനെ? സോറി അപ്പൊ നമ്മള് വണ്ടി ഒന്ന് നമ്മള് പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജിക്കൂലേ. കാട്ടിക്കുളത്തിന് പോട്. ഇവിടെ പോയിട്ട് ബാവലി പള്ളിയിൽ പോയിട്ട് ഒന്ന് ഉയിഞ്ഞിടി പച്ചക്കൊടിയൊക്കെ ആയിട്ട് അതിന് വീഡിയോ ഉമ്മാന്റെ പള്ളിയാ. ഇവിടുന്നാണ് ഞാൻ അല്ല ഉമ്മാന്റെ നാട്, ഉമ്മാന്റെ നാട്. ജീപ്പ് വാങ്ങിയില്ലേ, ഇതാണ് കാട്ടിക്കുളം ടൗണ്. ഇതാണ് കാട്ടിക്കുളം ടൗൺ. ഇവിടെ വെറൈറ്റി ഒരു കടയുണ്ട്, അവിടുന്ന് നല്ല ഇത് കിട്ടും, നെയ്പത്തിരിയും ബീഫും. സിദ്ധിയപ്പൊക്കെ ഇഷ്ടം നെയ്പത്തിരി. അതിന്റെ അപ്പുറത്ത് പോയാല് ഉണ്ണിയപ്പക്കട ഉണ്ട്, ഉണ്ണിയപ്പം കിട്ടും. അതൊക്കെ തിരുനെല്ലിയല്ലേ, അങ്ങോട്ട് പോകണ്ടേ നമ്മള്. ശരി, ഉണ്ണിയപ്പം കട പോകാം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം പോകുന്നതിനനുസരിച്ച്. ഫൈനലി ഞങ്ങള് കാട്ടില് കേറിട്ടോ. അതാ കാട്ടുപോത്തല്ല, സാധാരണ പോത്താണ്. പിന്നെ കാട്ടുപോത്തിനല്ലേ ചവിട്ടില് കമ്മല്. നോക്ക്, അത് ശരി, അതറിയില്ല. അതാ കാട്ടുമനുഷ്യൻ. കാട്ടുപോത്തിന് ഗൈസ് പുതിയ അറിവാണ്, ചവിട്ടി കമ്മലുള്ള കാട്ടുപോത്ത്. ഓക്കെ, ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാര്. ഇവർക്ക് ഫൈൻ ഒന്നുമില്ലല്ലേ ഇങ്ങനെ കാട്ടി നടക്കണേന്? ഓരോ നാടാണത്, എന്ത് ഫൈന്? പക്ഷെ ഇത് മുത്തങ്ങ പോലെ കാണല്ലേ. നല്ല രസമുണ്ടല്ലോ. എന്തായാലും വൈബ് സ്ഥലം. ദേ മരം മുറിച്ചിട്ട് ദേ കൊണ്ടുപോണ ട്രാക്ടറില്. അല്ല ഇവരാണല്ലോ കൊണ്ടോണ് ഈ ആൾ മനുഷ്യന്മാര്. നല്ല ഫോറസ്റ്റുകാർ മനുഷ്യന്മാരില്ല ചിങ്കു. അത് ഫോറസ്റ്റുകാരാ അവര്. പോലീസുമാര് പോലീസ് ചോദിച്ചു ഞങ്ങളെന്താ പോലീസ് വരുന്നത്, ഞങ്ങളെന്താ മനുഷ്യന്മാരില്ല. ആ പള്ളിയെത്തി. ആ ഗായ്സ് പള്ളിയെത്തി. പള്ളി ട്ടോ. തൊട്ടടുത്തില്ലേ, 100 മീറ്റർ കഴിഞ്ഞാല് എന്താണ് അല്ലോ അതിന് ഇടിച്ചിട്ടില്ല പഠിച്ചോനെ. അല്ലോ ഫേവറേറ്റ് തിന്നാൻ. അല്ലോ അത് ഇവിടെ പോയി തിന്നാനല്ല തൊടാന്. എന്റെ നമ്മള് വണ്ടി ഉള്ളിലില്ലേ ഗ്ലാസ്. ഞാൻ ഐസിനോട് പറഞ്ഞ എന്താ, ഞാൻ ഒച്ചയിടുമ്പോ തോണ്ടണം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ തോണ്ടില്ലല്ലോ.
ഉസ്താദിനൊന്നും വീഡിയോ എടുക്കണ്ട, നൈസിൽ ഒഴിവാക്കി ഞാൻ എടുത്തോളാം. ഓക്കെ, ഇനി ഉസ്താദിനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഹലോ ഗായ്സ്, ഉസ്താദെ ഞങ്ങള് ഉസ്താദെ ഹായ്. ഇവിടെയൊക്കെ ഭക്തിയിലുള്ള ആൾക്കാർ വരുന്നതാണ്. പിന്നെ ഹലോ ഗായ്സ്, അങ്ങനെ ഫൈൻ. നിങ്ങളിത് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയില്ലേ? പള്ളിയിൽ എന്തൊക്കെ ദ്വാരന്ന് നിങ്ങൾ പറയും എന്താ സംശയം? താക്കോല് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഓടിക്കുക. പിന്നെ നിങ്ങളെന്താ MBBS എന്ത് പറഞ്ഞു? നല്ല ഇതില് വളരാൻ പറഞ്ഞു. നല്ല ഇഹ്ലാസോടുകൂടി ചെയ്താലെല്ലാം ഇഹ്ലാസ് നല്ല മനസ്സിലായി എന്താന്നുള്ളത്, അറിവോടുകൂടി. അറിവില്ല, നിസ്കരിച്ച് അതാണ് ഇഹ്ലാസ്. എല്ലാം എല്ലാം ചെയ്യാം. ഇഹ്ലാസിന്റെ അർത്ഥം അറിവുന്ന, ഇഹ്ലാസ് അറബി, അതിന്റെ അർത്ഥം അറിവുന്നല്ലേ പറയാ. അങ്ങനല്ല, നല്ല നല്ല ഉദ്ദേശത്തോടെ, നല്ല ഉദ്ദേശം, നല്ല ഉദ്ദേശത്തോടെ അതന്നെ പറഞ്ഞ അറിവ്, അറിവോടുകൂടി. സിംഗുനെ ഈ പഠിച്ചിവിടെ എത്തിയില്ലേ, അതിന്റെ ഇതല്ലേന്ന്. സിംഗുന് ഡ്രസ് നല്ല ഇഷ്ടമായി പറഞ്ഞു. അത് കളിയാക്കി പറഞ്ഞു. ഇല്ലല്ല, അവളിങ്ങനെ തട്ടും കുത്തിയോണ്ടല്ലോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ സാധാരണ ഇവിടെ അങ്ങനെ, പിന്നെ പഠിക്കുന്ന കുട്ടികൾ സാധാരണ ഇവിടെ അങ്ങനെ വരത്തില്ല, ഞങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഉസ്താദ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഓഫ് റോഡ് റൈഡ് അടിക്കാണ്. കുട്ടികൾ അങ്ങനെ വരത്തില്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അന്ധവിശ്വാസികളൊക്കെ ആയിട്ട് മാറുകയാണ് അല്ലേ? അങ്ങനെ ഒന്നുമില്ല, നല്ല ഉസ്താദ് പറഞ്ഞു വരുന്നത് അല്ലേ? ഭയങ്കര ഓഫ് റോഡാണ്. പറയാനല്ലേ യാസിന്റെ കോതിയാണ് കോതി ചെയ്യാനാണ്. കുഞ്ഞാ കോതിയാ ഓതി എന്ന് പരിചയമല്ല, പരീക്ഷ നല്ല രസമുണ്ടല്ലേ കാണാൻ. ആടും ഒരു നാട്ടിൻപുറം വൈബ്. സിംഗൂര് അവിടുന്ന് ആടിനെ കിട്ടില്ല, പാവം നിന്നോർക്ക അതിന്റെ തലോടി. അതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സോഫ്റ്റ് തോടെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കൊരു ആടിനെ വാങ്ങി തന്നെ തോടെ. നമ്മളെങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാ, നമ്മളിവിടെ ചേകാടി 90s കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. റീൽസിലൊക്കെ കണ്ട് നല്ല ഫുഡാണെന്നൊക്കെ. അവിടെ ഒന്ന് പോയി വെക്കാം. ചോറൊന്നും ഉണ്ടാവില്ല അവിടെ, ഒരു വെറൈറ്റി ഒരു ആംബിയൻസ് ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാം. അതിന്റെ മുന്നേ സുഖേട്ടന്റെ കടയുണ്ട്. അത് പക്ഷെ ലോക്കല് കടയാണ്. അവിടെ ഉസ്താദ് പറഞ്ഞ് ആന ഇതൊക്കെ വരുന്നേ വരുന്നു ആന, പക്ഷെ നമ്മളൊന്നും അതിനെ ചെയ്യാൻ പാടില്ലെന്ന്. ചെയ്താൽ നമുക്ക് കയ്യും കാലൊക്കെ വേദന എടുക്കുന്നു. ഇങ്ങനെ കാട്ടി ഓടിച്ചാല് ഓരൊന്നും ആട്ടി ഓടിക്കൂലാന്ന്. വൈകുന്നേരം പശു വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നു. ആ എല്ലാം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അവരൊന്നും ചെയ്യില്ല, അവരൊന്നും ചെയ്യാൻ പാടില്ല. ഇന്നലെ ഈ വണ്ടി തൊടുപുഴയിലായിരുന്നു, ഇന്നിപ്പോ നമ്മളെ വയനാട്ടിലല്ലേ. സൂപ്പർ. ഓക്കെ, അപ്പൊ നീ പോണ വഴിക്കെല്ലാം കാണിച്ചു വീഡിയോ എടുത്തിട്ട് ഞാൻ സ്റ്റിയറിങ്ങിന്റെ അവിടെ കൊന്നാലാ. നമ്മളിപ്പോ സുഖുവേട്ടന്റെ ചായക്കടന്റെ അവിടെ ഇപ്പോൾ സുഖുവേട്ടന്റെ ചായക്കട വയനാട്ടിലൊക്കെ വരുമ്പോ നിങ്ങൾക്കൊരു നല്ല വൈബിന് വേണ്ടിട്ട് കേട്ടോ. വേറെ അവിടെ കാണിച്ചോ, പറഞ്ഞു കൊടുക്ക എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട്, നല്ല വൈബ് 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 വൈബില് നടക്കും. അതാണ് ആ കാണുന്ന ആ ഓല മേഞ്ഞാണ് സുഖേട്ടന്റെ ചായക്കട. അല്ലല്ല, നമ്മളിതിലല്ല, ഇത് നേരെ നേരെ അവിടെ പോയി ആനന്റെ ബോർഡുണ്ട്, ആനൊക്കെ ഉണ്ട്. വെയിലുള്ള സമയത്ത് വരണം, നല്ല നീല രാവിലെ കോടല്ലേ. ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അല്ല ആന അപ്പൊ റോഡ് മാത്രമേ കാണുള്ളൂ, നല്ല കോടയൊക്കെ ആയിട്ട്. സുഖമായിട്ട് ചായക്കെടുത്തി പോയിട്ട് വരാം. കാണാൻ വലിയ വൈബൊന്നുമില്ലല്ലോ ഇപ്പൊ ഒരു പോലെ മെയിൻ സാധാരണ. പക്ഷെ നിങ്ങ വന്ന ടൈം നല്ല രസമായിരുന്നു. ടീ ഷോപ്പ് നല്ല രസമുണ്ടല്ലേ. അവിടെ ഒന്നുമില്ല, ചെളി. നമ്മൾ മുന്നില്. ഹലോ, ചോക്കാട്ടീസ് 90s കിച്ചൺ എത്തിട്ടോ.
നമ്മള് ചോക്കാട്ടീസ് 90s കിച്ചണിലേക്കാണ് പോണത്. വാവ്, നല്ല വൈബ്. നമുക്ക് പോവാം, ഇനി ഫുഡ് കഴിക്കാം. ഒന്നുമില്ലേ, ചിരിക്കുന്നുണ്ടല്ലോ. ഫുഡ് ഉണ്ടോ ചേച്ചി? ഇവിടെ വെച്ചാ പോരെ? നല്ല വൈബ്. അത് നമ്മളെ കൂടെയുള്ള. ഇനി എന്തറിയോ, ചളി കുടുങ്ങി കഴിഞ്ഞാ പിന്നെ പുറത്ത് വെക്കേണ്ടി വരും. ഇവിടെ ചളി കുടുങ്ങാറുണ്ടോ? വണ്ടി ചളി കുടുങ്ങാറുണ്ടോ? ഞങ്ങളോട് ഇറങ്ങട്ടെ, ഞങ്ങളോട് ഇറങ്ങട്ടെ. നിങ്ങൾ ഇറങ്ങിക്കോ. ഏർമാടൊക്കെ ഉണ്ട് ഇവിടെ. എത്തിട്ടോ ഓർഡർ കൊടുത്തിക്ക്. ഇത് പണ്ടത്തെ ടൈപ്പിലെ എല്ലാം നാല് ചോദിക്കാം. ചായ വേണോ? നാല്. എനിക്ക് ബ്രൂ കോഫി. ചായന്റെ എണ്ണ മാത്രമാണ് ഇപ്പൊ. വേണ്ട. 5. അപ്പൊ 5 ചായ. സാധാ ചായ ഏലക്ക ചായ വേണോ? ഏലക്ക ചായ എടുത്തല്ലോ. പക്ഷെ നമുക്ക് വേറെ. എനിക്ക് ഓർലിക്സ് മതിയോ? ഏതാ വേണ്ടേ? കട്ടൻ ചായ ഒരു ഓർലിക്സ്, ഒരു കാപ്പി. ബ്രൂ കാപ്പി, ബ്രൂ കോഫി 2. ഒരു ഓർലിക്സ്. കട്ടൻ ചായ ഉണ്ടോ? അതൊന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങളെ ഫുഡ് വന്നു. പഴംപൊരി, കപ്പ ബിരിയാണി. എനിക്ക് അപ്പൊ അവിടെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. അവിടെ ഇനി കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ പിള്ളേർ സെറ്റ്. ഇവിടെയാണ് കാരണന്മാരും അവിടെയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഐസി ഇവിടെ. അവിടെ ഉണ്ടോ? ഇന്നലെ ആയിരുന്നു വെഡിങ് ആനിവേഴ്സറി. പക്ഷെ ഇന്നാണ് വീഡിയോ എടുക്കണേ. ഇന്നലെ കാർ എടുക്കാൻ പോയതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതാ 1 ഇയർ വെഡിങ് ആനിവേഴ്സറിന്റെ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. ശിങ്കു തന്നെ ഓർഡർ ചെയ്ത നമ്മളെ കൂടി ഓർഡർ ചെയ്താണ്. രസല്ലേ? സൂപ്പർ സൂപ്പർ കേക്ക് അല്ലേ? അപ്പൊ നമുക്കിത് കത്തി വേണ്ടേ? കത്തി അവിടെ പോയിട്ട് മുറിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് ഐസ് ചെയ്ത് പിടി. വേണ്ട ഐസ് വേണ്ട. എടാ നീ ഇതെടുക്കാൻ മറക്കരുതേ. സോ ഗൈസ്, കേക്ക് ഹാളിന്ന് മുറിക്കാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ലുക്കില്ല എന്നാണ് ആയിഷ പറഞ്ഞത്. എല്ലാരും വിളിക്കൂ. മമ്മേ, എനിക്കൊരു പൊന്നാര നാത്തോനുണ്ടായിരുന്നു. വളരെ ബിസി ആയുള്ളൊരു മൂപ്പർക്ക് ഭയങ്കര നിനക്കൊരു ലുക്കിന് തോന്നുന്ന രീതിയിൽ എടുത്തു നീ. സിനിമാറ്റിക്കോ? മമ്മി ഒന്നില്ലാടാ. മുറിച്ചാലോ? ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് പ്ലാസ്റ്റിക് അല്ല. നമ്മളുണ്ട് രണ്ടുപേര്. നമ്മളെ കഴിക്കാൻ പറ്റും? നീ എടുത്തോ നിന്റെ ഒരു സ്റ്റൈലിൽ. ഹലോ ഉമ്മ ഉപ്പച്ചി എവിടെ? ബിന്ദു ചേച്ചി എവിടെ? വിളിക്ക് എല്ലാരും വിളിക്ക്. അടുത്തിരിക്കും. അതിന് ആകെ ഈ മുട്ടുകുത്താനൊന്നും വയ്യ. എനിക്ക് മുട്ടിന് വേദനയാ. മുറിക്കട്ടെ? എവിടെ? ഇനിയും ആളുണ്ടല്ലോ. അല്ല ഫോട്ടോസ് വെറുതെ മുറിക്കണ പോലെ റീല്. റെഡി? മുറിക്കട്ടെ? ഇനി ഫോട്ടോസ് അയക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് ഞങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കൊടുക്കണ്ടേ? നീ കുറച്ച് ഫോട്ടോസ് എടുത്തോടാ. എന്ത് ശരിക്കും നല്ല ഞാൻ ഓർഡർ ചെയ്ത് കേക്ക് വിളിച്ചോ.
മധുരം ഇങ്ങോട്ട് വാ. ഒന്നും കൂടി കൊടുക്കണോ? ഒന്നും കൂടി ഞാൻ തരാം. ക്രീം മാത്രം എടുക്കല്ലേ? ആ ഓക്കെ. ഇത് നിങ്ങോട്ട് വാ. അയ്യേ ആ വേണ്ട വേണ്ട. അയ്യ മധുരമാണ്. ആ ഓൾക്ക് മധുരത്തിന്റെ അലർജി ഉണ്ട്. ഇനി നമുക്ക് ടേബിൾ പോയാലോ? വാ. എന്നാ മുട്ടുകുത്തിയിട്ട് ഇരിക്കാന്ന് കണ്ടില്ലേ? ആ ഇതിങ്ങനെ പിടിക്കല്ലേ. കേക്ക് സൂപ്പർ. ഓർഡർ ചെയ്ത ആള് ഓക്കെ. ഇനി എല്ലാവർക്കും മുറിക്കാം. ഓ ഇവിടെ ഫുൾ ആൾക്കാരല്ലേ കേക്ക് മുറിക്കണേ. ബിന്ദു ചേച്ചി കഴിക്കൂ. ഞാൻ മുറിച്ചുതരാം. നീ എല്ലാവർക്കും കൊടുക്കും. നമ്മൾ തന്നെ കൊടുക്കണം എല്ലാവർക്കും. ഏ അലുവ കണ്ണാലേ. ആ ശിങ്കു അടുത്ത പീസ് എന്നാ അല്ല കൈ കൊടുത്തോ. ഇതാ ആ എന്നാ ഐസേ ആ ബലൂൺ കളി അതാ കൊടുത്തു അതപ്പോൾ കൊടുക്കും. വരൂ ബിന്ദു ചേച്ചി. കേക്ക് പിടി. കഴിക്കൂല. ആരാ കണ്ടടിച്ചേ? ആ അടിപൊളി.